അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ പാടെ ട്രിപ്പ് ഇടും, 24 hours ഒബ്സർവേഷനിൽ വെക്കണം എന്ന് പറഞ്ഞ് ആകെ മൊത്തം അവർ ഒരു 2-3 days പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് വന്ന തൊട്ടേ ഇവള് പഴയ പോലെ തന്നെ ആക്കാറ്, എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും. ഇവക്ക് ഇത്രയും ദിവസം നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മ ഉണ്ടാവില്ലേ. എങ്ങനെ ഇവള് ഈ കുളത്തിന്റെ അവിടെ പോയി കുളത്തിൽ ചാടിയതും പിന്നെ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനോട് എന്റെ കയ്യിൽ എന്താ പറ്റിയെന്നുള്ള ഇങ്ങനെ ചോദിക്കും. ഉമ്മ ഈ കാര്യങ്ങളൊന്നും പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു 2 week വരെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇടയ്ക്ക് വെക്കൊന്ന് പനിച്ചോണ്ട് തന്നെ ഇതിന് ശേഷം ഇവള് സ്കൂളിൽ പോയിട്ട് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം അജ്ജ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കനാലിന്റെ അവിടെ തന്നെ ഈ പറമ്പിന്ന് 2 നായ്ക്കൾ ഇങ്ങനെ നല്ല സൗണ്ടിൽ കുരക്കുന്നത് കേൾക്കുകയും എന്തോ കണ്ട് പേടിച്ച് കുരക്കുന്ന പോലെ വലിയ സൗണ്ടിലൊക്കെ ഇതിറ്റങ്ങൾ കുരക്കുന്നുണ്ടാവുക. അപ്പൊ അവന് ഇതിറ്റങ്ങൾ എങ്ങാനും ഇനി പിന്നാലെ ഓടിയാലോ എന്ന് പേടിച്ചിട്ട് കനാലിന്റെ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് എല്ലായിടത്തും നോക്കും. അപ്പൊ ഒന്നും ആരെയും കാണാനുണ്ടാവില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഉമ്മ ഉണ്ടാവും, മോളേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓടി വരുന്നത് കാണുന്നേ. അപ്പൊ അജുവും പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഉമ്മാന്റെ നേരെ ഓടും. ഉമ്മ ഈ പറമ്പിന്റെ നേരെക്കാരെ ഓടുന്നുണ്ടാവും. അജു അങ്ങോട്ട് നോക്കുമ്പോൾ ഫിദ ഉണ്ടാവും ഈ കുളത്തേക്ക് നോക്കിനാണ്ട് സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുന്നത്. ഇവളെ ബാക്ക് സൈഡ് ആക്കാർ ഇവർ കാണുന്നുണ്ടാവുക. ഈ പട്ടിയാൾ ഇവളെ കണ്ടിട്ടാണ് പേടിച്ച് കുരക്കുന്നത്, ഇവളെ നോക്കിയിട്ടാണ് ഈ പട്ടിയാൾ കുരക്കുന്നത്. അങ്ങനെ ഉമ്മയും അജു ഈ പറമ്പ് ഓടും. ഉമ്മ താഴ്ന്നൊരു കല്ലെടുത്തിനാണ്ട് ഈ പട്ടിയാൾ എറിഞ്ഞു ഓടിക്കും. ആ ടൈമിലൊന്നും ഇവളെ അനങ്ങുന്നേ ഉണ്ടാവില്ല, സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കുവേ. അങ്ങനെ ഇവരെ പറമ്പിലെത്തി ഉമ്മ ഫിദേന്റെ കൈയും പിടിച്ചിട്ട് വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവേ. വീട്ടിലെത്തിയത് ഉമ്മ ഡോറെല്ലാം ലോക്ക് ചെയ്യും. ഇവളെ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നേരെ കിച്ചണിൽ പോകും. എന്നിട്ട് ചായ എടുത്ത് അജുവിന് കൊടുക്കും. ആ ടൈമിൽ അജു ഇങ്ങനെ ഉമ്മ എന്താ മിണ്ടാത്തത്, ഇതിനെ കുറിച്ച് എന്തും പറയാത്തെന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കാറ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് ഹാളിൽ നിന്ന് എണീച്ച് റൂമിൽ പോയി കിടക്കും. ആ ടൈമിൽ ഉമ്മ അജുവിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത്രയും നേരം ഞാൻ ഇവളെ നോക്കി നിൽക്കായിരുന്നു, എന്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്തേക്കാണ് അവൾ ഇറങ്ങിപ്പോയത്. എനിക്ക് തോന്നുന്നില്ല ഉസ്താദ് പറഞ്ഞ പോലെ ഇവളതൊക്കെ മാറിയിരിക്കണമെന്നുള്ളത്. ഇത്രയും ദിവസം ഞാൻ പറയാത്തതായിരുന്നു. ഇവളെ എന്നും ഉറക്കത്തിൽ നിന്ന് എണീച്ച് പോകുന്നുണ്ട്, എന്നിട്ട് ഹാളിൽ കൂടെ പഴയ പോലെ തന്നെ നടക്കുന്നുണ്ട്, ഉറക്കത്തിൽ എന്തൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയേ. ഇവർ രണ്ടുപേരും കിച്ചണിൽ ഇരുന്നിട്ടായിരിക്കും ഇതൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. ഇനി എന്താ ചെയ്യാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്നുള്ള പോലെ ഉമ്മ പറയുമ്പോൾ അജു പറയും, അല്ല ഉസ്താദിനെ തന്നെ ഒന്നുകൂടിയും വിളിച്ചു നോക്കിയാലോ എന്ന് പറയും. അപ്പൊ ഉമ്മ പറയും, ഞാൻ രാവിലെ തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ഇവളൊന്ന് മാറി നിന്നിട്ട് വേണം ഉസ്താദിനെ വിളിക്കാനെന്നുള്ളത്. ഇവളൊന്ന് ഉറങ്ങട്ടെ എന്നിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാന്നുള്ളത് പറയും. ആൻഡ് ഈ ടൈമിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവൾ ഈ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം തീരെ ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല. ഉമ്മ ഇങ്ങനെ നിർബന്ധിച്ച് എന്തെങ്കിലും കഴിപ്പിക്കുന്ന കാര്യം തീരെ ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല. എല്ലാ ദിവസവും രാത്രി ഇവള് ഫുഡ് കഴിക്കാതെ കിടക്കുമ്പോൾ ഉമ്മ നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കും. അന്ന് രാത്രി ഇവള് ഫുഡ് കഴിക്കാതെ പോയി കിടക്കുമ്പോൾ ഉമ്മ ഒന്നും പറയില്ല. ഇവളെങ്ങനെങ്കിലും ഒന്ന് മാറിയിട്ട് ഉസ്താദിനെ വിളിക്കണം എന്നുള്ള രീതിക്ക് ഒന്നും പറയില്ല. അങ്ങനെ ഇവള് പോയി കിടന്നു എന്ന് കണ്ടത് ഉമ്മ വേഗം ഉസ്താദിനെ വിളിക്കുവേ.